അവൻ കഴുത്തിൽ ബോംബ് കെട്ടി ബാങ്കിൽ കയറി. പിന്നെ സംഭവിച്ചത് എല്ലാവരെയും ഞെട്ടിച്ചു. 2003 ഓഗസ്റ്റ് 28, പെൻസിൽവാനിയ. ബ്രയാൻ വെൽസ് എല്ലാ ദിവസവും പോലെ പിസ്സ ഡെലിവറി ചെയ്യുന്നു. അപ്പോൾ ഫോൺ വരുന്നു. നിന്റെ സുഹൃത്ത് ഞങ്ങളുടെ കയ്യിലാണ്, പറയുന്നത് ചെയ്യ്, അല്ലെങ്കിൽ അവൻ മരിക്കും. അവർ പറയുന്നു ഒരു വിജനമായ സ്ഥലത്ത് വരാൻ. അവിടെ എത്തിയപ്പോൾ 4 പേർ അവനെ വളയുന്നു. കഴുത്തിലൊരു മെറ്റൽ കോളർ കെട്ടുന്നു. ഇതൊരു ബോംബാണ്. 1 മണിക്കൂറിനുള്ളിൽ PNC ബാങ്ക് കൊള്ളയടിക്കണം. $250,000 കൊണ്ടുവരണം. ബ്രയാൻ പേടിച്ചു. പക്ഷെ വേറെ വഴിയില്ല. അവൻ ബാങ്കിൽ പോകുന്നു. മുൻവാതിലിലൂടെ കയറുന്നു. കാഷ്യറിനൊരു കുറിപ്പ് കൊടുക്കുന്നു. എല്ലാ ജീവനക്കാരെയും കൂട്ടണം, എല്ലാ പണവും തരണം, ഇതൊരു കൊള്ളയാണ്. സെക്യൂരിറ്റി ക്യാമറയിൽ എല്ലാം പിടിക്കുന്നു. അവൻ വിയർക്കുന്നു, വിറയ്ക്കുന്നു, വാച്ചിലേക്ക് നോക്കുന്നു. കാഷ്യർ $8,702 തരുന്നു. അത്രയുണ്ടായിരുന്നുള്ളൂ. പോരാ, പക്ഷേ സമയം തീരുന്നു. ബ്രയാൻ കാറിലേക്ക് ഓടുന്നു. 911-ൽ വിളിക്കുന്നു. എന്നെ ബാങ്ക് കൊള്ളയടിക്കാൻ നിർബന്ധിച്ചു, കഴുത്തിൽ ബോംബുണ്ട്. പാർക്കിങ്ങിൽ പോലീസ് അവനെ വളയുന്നു. അവൻ നിലത്തിരിക്കുന്നു, കൈകൾ തലയ്ക്ക് പിറകിൽ. വിശദീകരിക്കാൻ സമയമില്ല, ഇത് പൊട്ടാൻ പോകുന്നു.